ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നമ്മൾ വാങ്ങിക്കുന്നതിനാട്ടും അടിപൊളി പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് പുട്ടുപൊടി വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 2 വട്ടം നമുക്കതിൽ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാക്കറ്റ് വാങ്ങിക്കുന്നതും ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ പൊടി തയ്യാറാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിനധികം ചിലവും വരുന്നില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരികൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വെറുതെ കിട്ടുന്ന അരികളാണ് പച്ചരി, അതുപോലെ പുഴുക്കലരി, മട്ടയരി, ഇത്ര അരിയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ ആ 3 അരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ എടുത്തിട്ടുള്ളത് 2 കിലോ മട്ടയരി, അതുപോലെ 2 കിലോ പുഴുക്കലരി, 1 കിലോ പച്ചരി. അപ്പോൾ ഇത്രയും അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 5 കിലോ അരിയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 അരിയും കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയിട്ടുണ്ടോ. മട്ടയരിയുടെയൊക്കെ ആ ഒരു ചുവപ്പ് കളറൊക്കെ പോകണമെന്നുണ്ട് 2, 3, 4 വട്ടം കഴുകിയെടുക്കണം. അങ്ങനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നും കൂടി കഴുകാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മട്ടരിയുടെ ആ ഒരു ചുവപ്പ് കളർ പോയി കഴിഞ്ഞാലാണ് ആ മട്ടരിയുടെ ഒരു കയ്പ്പ് ടേസ്റ്റ് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുതിർന്ന അരി ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അരി ഞാൻ പൊടിച്ചെടുക്കുന്നത് മില്ലിൽ നിന്നാണ്. അപ്പോൾ മില്ലിൽ നിന്ന് നമുക്ക് പൊടിച്ചെടുക്കും ചെയ്യും, അതോടൊപ്പം തന്നെ വറുത്ത് തരും ചെയ്യും കേട്ടോ. ഞാൻ കൂടുതലായിട്ടും വീട്ടിൽ തന്നെയാണ് വറുക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം മോന് സുഖമില്ലാത്തതുകൊണ്ട് മില്ലിൽ നിന്ന് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വറുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൊടിക്കാനും അതുപോലെ വറുക്കാനും കൂടിയിട്ട് 1 കിലോന് 25 രൂപയാണ് കേട്ടോ ആവുന്നത്. നമ്മൾ പൊടിക്കുകയാണെന്ന് വെച്ചാൽ മാത്രം 10 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്ക് 1 കിലോന് വരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പുട്ടുപൊടിക്ക് കുഴക്കുന്നത് പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാ അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പുട്ടുപൊടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും ചെയ്യും. അതുപോലെ ഈ പൊടി കുറച്ചും കൂടി ഒന്ന് പെരുകിയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴച്ചെടുത്തതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉലർത്തിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടൊന്ന് പൊടിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാ ഈ പൊടി ഇങ്ങനെ നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം വേണമെന്ന് വെച്ചാൽ കുറച്ച് ഇനി നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വേണമെങ്കിൽ നനച്ച് കൊടുത്ത് മാത്രം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പൊടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ കുറ്റിയിലേക്ക് ഇട്ടിട്ട് പുട്ടുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പൊടിയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ ആ വറുത്തെടുത്ത പുട്ടിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ പുട്ട് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമ്മൾ വീട്ടിൽ വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് മില്ലിൽ വറുത്തെടുക്കാം. പക്ഷേ വീട്ടിൽ വറുത്തെടുക്കാവും നമുക്ക് ഏറ്റവും രുചി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.